Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ചെമ്മീൻ ബിരിയാണിയും പാലട പ്രഥമനുമാണ്. അപ്പോൾ പിങ്ക് പാലടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പാലടയുടെ വീഡിയോ ആണ് നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ബിരിയാണിയുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാവും. അപ്പോൾ നമ്മൾ പ്രിയ അരി അടയാണ് നമ്മളത് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞിയൊരടയാണ്. അപ്പോൾ വലിയ വേവൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്നത് പിങ്ക് പാലടയാണ്. അപ്പോൾ അതിന് പിങ്ക് കളർ എങ്ങനെ കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം വയ്ക്കുക. ഏത് പാത്രമാണ് വെക്കുന്നത് വെച്ചെങ്കിൽ അത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു വലിയ ടീസ്പൂണാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. കാരണം പിന്നീട് നമ്മളിതിൽ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. കശുവണ്ടി വറുത്തിട്ടാണെങ്കിൽ നമ്മളിതിൽ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നെയ്യ് നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം നല്ല ലോയിൽ തന്നെ ഇടുക. കാരണം ഹൈലിട്ട് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഫ്ലേവറാണ് വരിക. പഞ്ചസാര കരിഞ്ഞ് കഴിഞ്ഞൊരു കയ്പുള്ളൊരു ഫ്ലേവറാണ് വരിക. അപ്പം പഞ്ചസാര കരിയാതിരിക്കാനായിട്ട് എപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ ഇടുക. നല്ല ലോയിലായിട്ട് തന്നെ ഫ്ലെയിം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നന്നായിട്ട് ബ്രൗൺ ആയാൽ പഞ്ചസാരയ്ക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിലത്തെ കട്ടകളൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടയായിട്ട് തോന്നും. കാരണം പഞ്ചസാര നമ്മൾ മെൽറ്റാക്കി എടുത്തതാണല്ലോ. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ കടന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ അതങ്ങനെ കടന്നിട്ട് അങ്ങോട്ട് അലിഞ്ഞ് ആ കളർ അതിലേറ്റാണ്ട് പറ്റിച്ചേർന്നോളൂ കേട്ടോ. അപ്പം ഇനി മധുരം നമുക്ക് പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മധുരത്തിന് പുറമെ നമ്മൾ നന്നായിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു മധുരം നമ്മുടെ പായസത്തിലേക്ക് അറിയ കൂടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 കപ്പോളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാൽ നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അട ഇട്ട് കൊടുക്കാം. നമ്മൾ 5 പാക്കറ്റ് പാലാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചെന്ന ആ പാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഫാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. 3/4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഹാഫിലേക്കും കൂടുതൽ നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കുറുകി കിട്ടണമല്ലോ. അപ്പോൾ അതുവരെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടയ്ക്ക് വലിയ കുറുക്കല്ലെങ്കിലും പായസം ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് തിക്കായിട്ട് കിട്ടണം. അട പെട്ടെന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒരു ഹാഫ് ടിന്നോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താൽ തന്നെയുള്ള പായസത്തിനൊരു അതിൻ്റേതായൊരു ടേസ്റ്റും രസമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്ര ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് നെയ്യ് വെച്ചിട്ട് അങ്ങോട്ട് കശുവണ്ടി വറുത്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കിസ്മിസ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കശുവണ്ടി ഇട്ടിട്ട് അത് പായസത്തിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളിത് പിങ്ക് പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര കുരുക്കുമ്പോൾ അതിൻ്റേതായൊരു രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് സദ്യകളിലൊക്കെ കിട്ടുന്ന അതേ ഒരു പായസത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഓണത്തിനും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം.